രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ആപ്പുകൾ നിരീക്ഷണത്തിൽ. അനധികൃത വാതുവെപ്പ് ആപ്പുകൾക്ക് പ്രചാരണം നടത്തിയ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങൾക്കെതിരെ ഇഡി കേസെടുത്തു. ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ആപ്പുകളെ പിന്തുണച്ചിട്ടില്ലെന്ന് പ്രകാശ് രാജ്. കുരുക്കുമുറുക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം രാജ്യസുരക്ഷയിൽ അതീവ ജാഗ്രതയാണ് ഇന്റലിജൻസ് പുലർത്തുന്നത്. രാജ്യത്തെ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്തുന്നത് ഉൾപ്പെടെ രാജ്യദ്രോഹകരമായ പല കാര്യങ്ങൾക്കും രഹസ്യമായി പ്രവർത്തിക്കുന്ന ആപ്പുകൾ നിരീക്ഷണത്തിലാണ്. ഇപ്പോഴിതാ അനധികൃതമായ വാതുവെപ്പ് ആപ്പുകളുടെ പ്രചരണം നടത്തിയതിന് പ്രമുഖ താരങ്ങൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കുമെതിരെ ഇഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളായ വിജയ് ദേവരകൊണ്ട, റാണ ദഗുബാട്ടി ഉൾപ്പെടെ 29 സെലിബ്രിറ്റികൾക്കെതിരെയാണ് കേസെടുത്തത്. പ്രകാശ് രാജ്, മഞ്ജു ലക്ഷ്മി തുടങ്ങിയവരും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേസിൽ 29 പ്രമുഖ അഭിനേതാക്കൾ, ഹർഷൻ സായ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, ലോക്കൽ ബോയ് നാനി എന്ന യൂട്യൂബ് ചാനലിന്റെ നടത്തിപ്പുകാർ എന്നിവർക്കെതിരെ ഇഡി അന്വേഷണം നടത്തിവരികയാണ്. സെലിബ്രിറ്റികളുടെയും സ്വാധീനമുള്ളവരുടെയും സഹായത്തോടെ സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ ഈ പ്ലാറ്റ്ഫോമുകൾ അവരുടെ ആപ്പുകളും വെബ്സൈറ്റുകളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന് എഫ്ഐആറിൽ പരാമർശിച്ചിരുന്നു. ഈ നിയമവിരുദ്ധ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട്. കൂടാതെ ഇത് നിരവധി കുടുംബങ്ങളെ, പ്രത്യേകിച്ച് കുറഞ്ഞ ശമ്പളം പറ്റുന്ന കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നതായും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2 ടെലിവിഷൻ അവതാരകരും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇവർക്കെതിരെ വൈകാതെ സമൻസ് അയക്കുമെന്ന് ഇഡി അറിയിച്ചു. ഈ പ്രചാരണങ്ങളിലൂടെ വലിയ തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടാവാമെന്നും അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടതാകാമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട്. അതേസമയം കഴിവ് അടിസ്ഥാനമാക്കിയുള്ള ഗെയിമായ A23യുടെ ബ്രാൻഡ് അംബാസിഡർ മാത്രമാണ് താനെന്നാണ് വിജയ് ദേവരകൊണ്ടയുടെ ന്യായീകരണം. സ്കിൽ ബേസ്ഡ് ഗെയിം എന്ന നിലയിൽ റമ്മിയെ സുപ്രീം കോടതി നൈപുണ്യത്തിന്റെ കളിയായി അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. റാണ ദഗുബാട്ടിയും തന്റെ അഭിഭാഷകൻ മുഖേന പ്രസ്താവന പുറത്തിറക്കി. ഗെയിമിംഗ് ആപ്പുമായി തനിക്കുണ്ടായിരുന്ന ബന്ധം 2017 അവസാനിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അനുവദിക്കപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമാണ് എല്ലാ പ്രചാരണ പരിപാടികളും നടത്തിയതെന്നും അവ നിയമപരമായ പരിശോധനകൾക്ക് വിധേയമായിരുന്നു എന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. 2016 താൻ ജംഗിൾ റമ്മിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നുവെന്ന് നടൻ പ്രകാശ് രാജ് വ്യക്തമാക്കി. എന്നാൽ 1 വർഷത്തിനുള്ളിൽ കരാർ അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാങ്കേതികമായി ആ പ്രചാരണം നിയമപരമായിരുന്നുവെങ്കിലും അത് ധാർമ്മികമായി തനിക്ക് ശരിയായി തോന്നിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിനെയും താൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാറുള്ള പ്രകാശ് രാജിനെ പ്രത്യേക അജണ്ടയോടെ കേസിൽ കുടുക്കിയതാണെന്ന ആക്ഷേപവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. വാതുവെപ്പ് ആപ്പുകൾക്ക് പ്രചരണം നൽകിയതിന് ഹൈദരാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഇഡി നടപടിയെടുത്തിരിക്കുന്നത്. ബിസിനസ്സുകാരനായ ഫനീന്ദ്ര ശർമ്മ നൽകിയ പരാതിയിലാണ് മിയാപൂർ പോലീസ് നടപടിയെടുത്തത്.